ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഷുഗർ ക്രാഷ് സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ അതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഷുഗർ ക്രാഷ് എന്ന ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും. എന്നാൽ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ വളരെ സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡുകൾ കൊണ്ടാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എങ്കിൽ പ്ലേ സ്റ്റോറിൽ നമുക്ക് വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ APK ഫയലാണ് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നേരെ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് കുറേ ടെംപ്ലേറ്റുകൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് മുകളിലായിട്ട് സെർച്ച് ബാർ കാണാൻ പറ്റും. അവിടെ ആയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഷുഗർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഷുഗർ എന്ന് മാത്രം നിങ്ങളോട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അത്തരത്തിലുള്ള ആ ഒരു എന്താ പറയുക ഷുഗർ ക്രാഷിൻ്റെ ഒരുപാട് ടെംപ്ലേറ്റുകൾ കാണാൻ പറ്റും. പല മോഡലുകളായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്കിതിൽ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്ന പോലത്തെ ഈ ഒരു ഷുഗർ ക്രാഷിൻ്റെ 5 എന്ന ഈ ഒരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ താഴെയായിട്ട് ഫ്രീ ട്രെയിലർ എന്നൊരു ഓപ്ഷൻ കാണും. അവിടെയായിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവുന്നതാണ്. അവിടെ നിങ്ങൾ ആദ്യം ഒരു 35 ഫോട്ടോ അവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും 35 ഫോട്ടോ ചൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതുപോലത്തുള്ള സിംഗിൾ ഫോട്ടോകൾ ആദ്യം സെലക്ട് ചെയ്യുക. കാരണം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ആദ്യം ഇങ്ങനത്തെ ഫോട്ടോകളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഏകദേശം ഒരു 5-8 ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോകൾ നിങ്ങൾ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ നോക്കിയാൽ കാണാൻ സാധിക്കും, നമുക്ക് ചൂസ് ചെയ്യാൻ 35 ഫോട്ടോസ് ഒന്ന് കാണാൻ പറ്റും. നിങ്ങൾ 35 ഫോട്ടോസ് ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് സെലക്ട് ചെയ്ത ഫോട്ടോ തന്നെ വീണ്ടും സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ X2 എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് 35 ഫോട്ടോ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഏകദേശം 34-35 ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഒരു ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കുക. ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ലോഡായിട്ട് നിങ്ങളുടെ ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ നമുക്കവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചേഞ്ച് ചെയ്യാൻ മ്യൂസിക് എന്ന് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ചേഞ്ച് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടോപ്പിലായിട്ട് മ്യൂസിക് ലൈബ്രറി കാണാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള ഓൾറെഡി ഉള്ള മ്യൂസിക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈ മ്യൂസിക് എന്ന ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിലുള്ള ആ ഒരു ഓഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഓഡിയോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗാലറിയിലെ ഓഡിയോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മുടെ ഫോൺ ഇന്നലെ ഫോർമാറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മ്യൂസിക് നമ്മൾ ചേഞ്ച് ചെയ്യുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിവിടെ കട്ടൗട്ട് എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കട്ട് ചെയ്ത് കഴിഞ്ഞ PNG, അതായത് നമ്മുടെ ഇമേജ് ഇതിൽ കാണാൻ പറ്റും. ആ ഇമേജിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത റെഡി ആവാത്ത ഇമേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വേണ്ട ഭാഗം നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇറേസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കും. അതിനുശേഷം നമുക്കിവിടെ മെറ്റീരിയൽസ് എന്ന ഓപ്ഷൻ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണ്ട ഫോട്ടോകൾ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് റീപ്ലേസ് ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് നമുക്ക് റീപ്ലേസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു ഫോട്ടോയെ ക്രോപ്പ് ചെയ്യാനാണെങ്കിൽ ക്രോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം ക്രോപ്പ് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കും. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സേവ് ടു ഫോൺ എന്ന ആ ഒരു ഓപ്ഷൻ കൊടുത്തുകൊണ്ട് നമുക്കിവിടെ ഫുൾ HD 1080 സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് 100% കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത്